പത്തനാപുരം പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ 6 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് ആക്രമണം ഉണ്ടായത്. പോസ്റ്റ്മാനായ വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. പത്തനാപുരം സ്വദേശികളും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായ ഷിനിമോൻ, സുരാജ്, അനന്തു തുടങ്ങി 6 പേർക്കെതിരെയാണ് പത്തനാപുരം പോലീസ് കേസെടുത്തത്. വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നതിന് മറ്റു വിവരങ്ങൾ കൂടി. വ്യാഴാഴ്ചയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു പാസ്പോർട്ട് എത്തുകയും ഈ പാസ്പോർട്ട് കൊണ്ടുകൊടുക്കാൻ ജീവനക്കാരൻ പോകുമ്പോൾ ആ പാസ്പോർട്ട് വന്നിരിക്കുന്ന അഡ്രസ്സിൽ ആൾതാമസമില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവനക്കാർ നിയമപരമായി അത് തിരിച്ചയക്കുന്ന ഒരു കാര്യമുണ്ടായി. അതിനുശേഷമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ സംഭവത്തിൽ ഒരു പ്രതിഷേധം എന്ന നിലയിൽ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയത്. എന്നാൽ അതിക്രമിച്ചു കയറിയ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് വൈകിട്ടോടുകൂടി വീട്ടിലേക്ക് പോയ പോസ്റ്റ്മാനായ വിഷ്ണുവിനെയാണ് ഈ പകുതി വഴിയിൽ വെച്ച് ഈ ഡിവൈഎഫ്ഐയുടെ നേതാക്കളൊക്കെ ചേർന്ന് ആക്രമിച്ചത്. ഇതിൽ വിഷ്ണുവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വിഷ്ണു ചികിത്സയിലാണ്. ഇതേ സംഭവത്തിൽ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 6 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പത്തനാപുരം സ്വദേശികളായിട്ടുള്ള ഷിനിമോൻ, സ്വരാജ്, അനന്തു തുടങ്ങിയ 6 പേർക്കെതിരെയാണ് പത്തനാപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് അസോസിയേഷനും ഈ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ അതിക്രമിച്ചു കയറി ഉപരോധമൊക്കെ സംഘടിപ്പിച്ചപ്പോൾ പോലും പോലീസിനെ വിവരം ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ പോലീസ് അവിടെ എത്തുകയും പ്രവർത്തകർ അവിടെ നിന്ന് മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്ന പരാതി. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടക്കുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ശരി, കൊല്ലത്ത് നിന്നും എം മനോജ്.